നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് വേൾഡ് കപ്പിൽ അതിനിർണായകമായ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ബ്രസീൽ. എതിരാളികൾ ഹെയ്റ്റിയാണ്. വമ്പൻ മാർജിനുള്ളൊരു വിജയം ബ്രസീൽ ലക്ഷ്യമിടുന്നു. ഇന്ന് രാത്രിയാണ് മത്സരം. പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ രാവിലെ 6 മണിക്കാണ് കളി ഫിലാഡൽഫിയയിൽ ആരംഭിക്കുന്നത്. കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ കോച്ച് കാർലോ ആഞ്ചലോട്ടി മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹത്തോട് ബ്രസീലിയൻ ടീമിൻ്റെ ലൈനപ്പ് ഏതാണ്, എങ്ങനെയാണ്, എന്തൊക്കെ മാറ്റങ്ങളെന്ന് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, മാറ്റങ്ങളുണ്ടാവും, 4-5 മാറ്റങ്ങൾ ഞാൻ വരുത്തും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് ചിരിക്കുകയാണ്. കാരണം ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രെയിനിങ്ങിൽ അദ്ദേഹം ടെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് 5 മാറ്റങ്ങൾ 6 മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അദ്ദേഹം തമാശയാക്കിയതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത്രയല്ലെങ്കിലും കുറച്ച് മാറ്റങ്ങൾ ഞാൻ വരുത്തും. കഴിഞ്ഞ മത്സരത്തിലെ ആദ്യ പകുതി ടീം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല, സോ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പോൾ ആരൊക്കെയാണ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ മറുപടി, എനിക്കതിനെക്കുറിച്ച് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എന്താണെന്ന്. കാരണം ഫുട്ബോളിൽ സീക്രട്ടുകളൊന്നുമില്ല. പക്ഷെ ഞാൻ ആദ്യം എൻ്റെ കളിക്കാരോട് പറയട്ടെ എന്നാണ് കരുതുന്നത്. ഇതല്ല ഇപ്പോൾ നിങ്ങളോട് പറയാൻ റൈറ്റ് ടൈം ആയിട്ടില്ല എന്ന് കരുതുന്നു അദ്ദേഹം പറയും. അതായത് താരങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ആര് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. അദ്ദേഹം PC വരുന്ന സമയത്ത്, പ്രസ് കോൺഫറൻസിൽ വരുന്ന സമയത്ത് പിന്നീടാണ് പറയുക എന്ന് അദ്ദേഹം പറഞ്ഞത്. ടീം എന്താണ്, ആരൊക്കെയാണ് സ്റ്റാർട്ടിംഗ് ലെവൽ എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പ്ലെയേഴ്സിനോട് നാളെ പറയും. അദ്ദേഹം ഇന്നലെ പ്രസ് കോൺഫറൻസിൽ പറയുകയാണ്. ഇപ്പോൾ അതിനുള്ള സമയമല്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് തുറന്നു പറയാത്തത് എന്ന് കോച്ച് പറയുന്നു. ഏതായാലും ബ്രസീലിയൻ മാധ്യമങ്ങൾ പ്രധാനമായും 2 മാറ്റങ്ങളാണ് കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ട്രെയിനിങ് ഒക്കെ അപഗ്രഥിച്ചിട്ട് പറയുന്നുണ്ട്. അതിലൊന്ന്, ടീമിൻ്റെ വിങ് ബാക്ക് പൊസിഷനിൽ കഴിഞ്ഞ കളിയിൽ ഇബാനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അവിടെ ഡാനിലോ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മുന്നേറ്റത്തിൽ ഇഗോർ തിയാഗോക്ക് പകരം മാത്യൂസ് കുഞ്ഞ ഇറങ്ങും എന്നും ബ്രസീൽ മാധ്യമങ്ങൾ പറഞ്ഞു. പിന്നൊരു മാറ്റത്തിന് സാധ്യത ലൂക്കാസ് പക്കേറ്റയുടേതാണ്. അദ്ദേഹത്തിന് പകരം ഡാനിലോ സാന്റോസ് വന്നേക്കാം. അത് ഉറപ്പായിട്ടുള്ള മാറ്റമല്ല എന്ന് പറയുന്നു. ഇന്നലെ കോച്ചിനോട് ചോദിച്ചു, പക്വേറ്റ കളിക്കുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ആര് കളിക്കും ആര് കളിക്കില്ല എന്ന് ഞാനിപ്പോൾ കൺഫേം ചെയ്യുന്നില്ല, അതിനുള്ള സമയമായിട്ടില്ല. പക്കേറ്റ കഴിഞ്ഞ കളിയിൽ ഫസ്റ്റ് ഹാഫിൽ മോശമായി കളിച്ച ഒരാളാണ്. അത് പക്കേറ്റ മാത്രമല്ല, ടീം മുഴുവനും മോശമായിട്ടാണ് കളിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇന്നയാൾ കളിക്കും ഇന്നയാൾ കളിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്കേറ്റ ടീമിന് വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് എന്നാണ് ഇന്നലെ പ്രസ് കോൺഫറൻസിൽ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ബ്രസീലിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഇങ്ങനെയാവും എന്നാണ് ബ്രസീലിലെ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഹെയ്റ്റിക്കെതിരെ ബ്രസീൽ ഇറങ്ങുക. ഗോൾ കീപ്പർ ആലീസൺ, ഡിഫൻസിൽ ഡാനിലോ, മാർക്കിഞ്ഞോസ്, ഗബ്രിയൽ മെഗല്ലസ്, ഡഗ്ലസ് സാന്റോസ്. സോ അവിടെ സ്റ്റാർട്ടിങ്ങിലെ മാറ്റം ഡാനിലോയാണ്. മധ്യനിരയിൽ കാസമിറോയും ബ്രൂണോ ഗുയിമാറസും. കാസമിറോയ്ക്ക് പകരം ഫാബിഞ്ഞോ വരുമോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള സൂചനകളില്ല എന്നാണ് ബ്രസീൽ മാധ്യമങ്ങൾ പറയുന്നത്. പിന്നെ മുന്നേറ്റത്തിൽ ലൂക്കാസ് പക്വേറ്റ അല്ലെങ്കിൽ ഡാനിലോ സാന്റോസ്, പിന്നെ മാത്യൂസ് കുഞ്ഞ, റാഫീഞ്ഞ, വിനി ജൂനിയർ. ഇതാണിപ്പോൾ ബ്രസീൽ ഇറങ്ങാൻ പോകുന്ന ലൈനപ്പ്. ഏതായാലും ആദ്യ കളി സമനില ആയതുകൊണ്ട് ഈ കളിയിൽ ബ്രസീൽ ജയിച്ചേ പറ്റൂ. അത് വമ്പൻ മാർജിനിലായാൽ അത്രയും നല്ലത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.